സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങളിന്ന് ഹൈദരാബാദിനോട് വിട പറയാണ്. ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഹോട്ടലൊക്കെ ഇതാണ്. ഞങ്ങൾക്ക് ഇന്നലത്തേലൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട സ്റ്റേ ആയിരുന്നു ഇന്ന്. ഇത് ചെന്നൈ ഹൈവേ ആണ്, ചെന്നൈ ഡൽഹി ഹൈവേ, അതിൻ്റെ സൈഡിലായിട്ടായിട്ട്. ഇവിടെ വന്നപ്പോൾ മുതൽ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് ആട്ടോ. ഫുഡൊക്കെ കഴിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വളരെ നല്ല രീതിയിൽ ഫുഡ് കഴിക്കാൻ പറ്റും. ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് ആയിരുന്നു. ഇന്നലെ ഞങ്ങൾ ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു ലെമൺ ഗ്രാസ് എന്ന് പറയുന്നത് ഹൈദരാബാദി ബിരിയാണി കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങളിന്ന് ചാർമിനാർ പോകാനായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ ഇവർ പറയുന്നു ഭയങ്കര റഷാണെന്ന്. അവിടെ നമ്മുടെ ഡൽഹിയിലെ ജുമാ മസ്ജിദൊക്കെ പോലെ ഭയങ്കര റഷാണെന്നാണ് പറയുന്നത്. ഇവിടെ ഫ്രണ്ടിലും പാർക്ക് ചെയ്യാനുള്ള ഇഷ്ടംപോലെ സൗകര്യമുണ്ട് കേട്ടോ. ഇതൊരു നല്ല റെസ്റ്റോറൻറ്റും കൂടെയാണ് കേട്ടോ. ഫ്രണ്ടിൽ നല്ല ചെന്നൈ ഡൽഹി ഹൈവേ ആയിട്ട്. പക്ഷെ നമ്മൾ 44 കൂടെ പോകുന്നത്. ഇവിടെ നമ്മൾ എന്നിട്ട് 44 കയറി. ഫ്രണ്ടിലത്തെ ഫോട്ടോ എടുത്തില്ല. അതോട് പറഞ്ഞെടുക്കും. നമ്മളിപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു ഹൈദരാബാദിൽ നിന്ന്. നമ്മൾ താമസിച്ചിടത്തും തൊട്ടടുത്ത് തന്നെയായിരുന്നു ഔട്ടർ റിംഗ് റോഡ്. ഔട്ടർ റിംഗ് റോഡിൽ കൂടെ ഇപ്പം കയറി നമ്മൾ നേരെ ബാംഗ്ലൂർ സൈഡിലേക്ക് പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഞങ്ങൾ ഈ വഴി കൂടെ ആയിരുന്നു പോയിരുന്നത്, ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ഈ ലാസ്റ്റ് ടൈമിൽ ഇതും കൂടെ കൂട്ടുമ്പോൾ ഈ മൊത്തം ഒരു സർക്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ ബാംഗ്ലൂർക്ക് വിളിക്കുകയാണ്. പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ അറിയിക്കുന്നതായിരിക്കും. ഇവിടെ ഡൽഹിയുടെ കൂട്ടൊക്കെ തന്നെ നമ്മൾ വന്നപ്പോൾ തന്നെ എല്ലാം റോഡൊക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും ചെടികളൊക്കെ നല്ല വെട്ടി നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. വന്ന വഴിക്കൊക്കെ അങ്ങനെ ഉണ്ട്. NH44 സൈഡിലാണെങ്കിലും എല്ലാം തന്നെയായിരുന്നു. ഇവിടെ ആണെങ്കിലും ഇതിനിവേ ഇത് ടൗൺ റോഡായത് കാരണം ഇത് കുറച്ചും കൂടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല ഗ്രീനറീസ് ഒക്കെ നല്ലതായിട്ടുണ്ട്. ഈ റോഡിൽ നല്ല ട്രാഫിക്കാണ്. നോക്കാം ഇവിടം വരെ ഉണ്ടെന്ന്. ഇത് 44 തന്നെയാണ്. 535 കിലോമീറ്റർ. 535 കിലോമീറ്ററാണ്. 6 മണിയാണ് കാണിക്കുന്നത്. അതായത് ആവറേജ് വരുമ്പോൾ എത്ര കിലോമീറ്ററായി? 60 കിലോമീറ്റർ സ്പീഡിലാണ് ആവറേജ്.
ഇവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. എന്താ മാക്സ് ഫോർ മൾട്ടി കുഷ്യൻ ഫാമിലി റെസ്റ്റോरेंट. ये സ്ഥലം कौन सा है? आनंदपुर से पहले है ना. ആനന്ദപൂരിന് മുമ്പായിട്ടാണ് ഈ സ്ഥലം. നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ ബിരിയാണിയാണ് കഴിച്ചത്. പക്ഷെ അവിടെ നോർത്ത് ഇന്ത്യൻസ് സൗത്ത് ഇന്ത്യൻസ് എല്ലാം അവൈലബിൾ ആയിരുന്നു. നല്ല ആംബിയൻസ്. धोनी है वहाँ पर आनंदपुर से पहले है ना. नहीं धोनी आनंदपुर इधर से ഇവിടെ നിന്ന് 150 കിലോമീറ്ററോളം ഉണ്ട് ആനന്ദ്പൂർ. നമ്മുടെ കിയയുടെ ഷോറൂമില്ലേ അത്. പാറ ഉണ്ടോ? എന്ത് പാറയാണോ അത്? ആ മലയില് നടുക്കത്തെ മലയില് അങ്ങനെ മേളില്. ആ അതെ അത് തന്നെ. ആ ഇതാണ് കിയ മോട്ടോഴ്സിൻ്റെ ഫാക്ടറിയാണിത്. ആനന്ദപൂർ എന്ന് പറയുന്ന സ്ഥലത്താണിത്. ബാംഗ്ലൂരിൽ നിന്ന് ഒരു 100-150 കിലോമീറ്റർ പുറകിലായിട്ടാണ്. അതുകൊണ്ട് മെയിൻ റോഡിൽ തന്നെയാണ്. നല്ല കിലോമീറ്റർ കണക്കിനുണ്ട്. അതുകൊണ്ട് സ്കൈ ഒക്കെ ആണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. എന്ത് ദൂരത്താണെന്ന് നോക്കി. നമ്മൾ റോഡ് സൈഡിൽ നിന്നാണ് ഫോട്ടോ എടുക്കുന്നത്, വീഡിയോ എടുക്കുന്നത്. ഇത് ഞങ്ങൾ സ്റ്റാർട്ടിങ് ചെയ്ത് അങ്ങേ അറ്റത്ത് വരെ ഉണ്ട്. അങ്ങോട്ടുണ്ട്. അത് ലാസ്റ്റ് ബിൽഡിംഗ് എല്ലാം കാണുന്നത് തന്നെയാണ്. കിയ സോൾട്ടോസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് വിൻമില്ലുണ്ട്. എനിക്കറിയത്തില്ല, ഞങ്ങൾ ഈ മൊബൈൽ ക്യാമറയിലൊക്കെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് കാണാൻ പറ്റില്ലോ എന്ന് എനിക്കറിയത്തില്ല. വിൻമില്ല് കാണാൻ പറ്റുന്നുണ്ട്. ഇന്നും വർക്കേഴ്സൊക്കെ ഉണ്ട്. നിറയെ വണ്ടിയൊക്കെ കിടപ്പുണ്ട്. ഇവർക്ക് ഒരു ദിവസം പോലും ഓഫില്ലെന്ന് തോന്നുന്നു. ഇത് ഭംഗിയായിട്ട് അവർ ഇത് ചെയ്തേക്കുന്നത്. ഈ ഏരിയ തന്നെ കണ്ടാൽ ഒരു പോസിറ്റീവ് എനർജി അല്ലേ. ഓപ്പോസിറ്റിൽ വിൻമില്ല്. ഇവിടെ കിയയുടെ ഏക്കറോളം നീണ്ടു കിടക്കുന്ന ഫാക്ടറിയുടെ വ്യൂ. വർക്കേഴ്സിന് ക്ലാസ് കൊടുക്കുന്നു. പിള്ളേർ കാണാൻ വന്നായിരിക്കുന്ന പിള്ളേരായിരിക്കും. പക്ഷെ അവർ ഒരേപോലത്തെ യൂണിഫോമാണല്ലോ ഇട്ടേക്കണത്. ന്യൂ സോണറ്റ്. ഇനി ഞങ്ങൾക്ക് 3 മണിക്കൂറോളം ഉണ്ട് കേട്ടോ ബാംഗ്ലൂർ എത്താനായിട്ട്. 7 o'clock അടുപ്പിച്ച് എത്തുള്ളൂ എന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ അത്ര സ്പീഡിലൊന്നുമല്ല പോകുന്നത്. ഞങ്ങളൊരു ലിമിറ്റ് സ്പീഡിലാണ് പോകുന്നത്. അതുകൊണ്ട്
7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ വഴി കുറച്ചും കൂടെ ബ്യൂട്ടിഫുള്ളാണ്. നിറയെ ഇങ്ങനെ പൂമരങ്ങൾ 2 സൈഡിലും പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല രസമാണ്. ഇതുണ്ട് ഇവിടുത്തെ റെഡ് ലൈറ്റ് ഇങ്ങനെയാണ്, റെഡ് വൈറ്റ് ബ്ലൂ. അതൊരു നല്ല സംവിധാനം കേട്ടോ. എന്തായിരിക്കും ഇവര് മാറി ചിന്തിച്ചത്? മറ്റേ ഹൈവേയിൽ മാത്രം ബ്ലിങ്കിങ് അല്ല, അവിടെ എല്ലാം ഉണ്ടായിരുന്നു പുറകില്. സ്ലോ ചെയ്ത് പോകാൻ വേണ്ടിട്ടാണ്. മറ്റേ റെഡ് ഇതില്ല, സ്റ്റോപ്പ് ചെയ്യുന്നത്. എങ്ങനെ പ്രകൃതിയെ യൂസ് ചെയ്യാമെന്ന് ഇവരെയൊക്കെ കണ്ടുപിടിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൈനക്കാരെയും ജപ്പാൻകാരെയൊക്കെ കണ്ടുപിടിക്കേണ്ടത്, അല്ലാതെ ഇവരെയൊന്നും അല്ല. അവരുടെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഓരോരുത്തരൊക്കെ പോയിട്ട് വീഡിയോസ് ഇട്ടേക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും. ബൂമ് ഞങ്ങൾ ഏതാണ്ട് ബാംഗ്ലൂരിനോട് അടുക്കാറായി. 100 കിലോമീറ്ററേ ഉള്ളൂ ബാംഗ്ലൂരിന്. ഞങ്ങളിവിടെ പെട്രോൾ അടിക്കാൻ നിർത്തിയത് ബേഗപ്പള്ളി എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. പിന്നെ ഏതാണ്ട് 619 കിലോമീറ്റർ ആണ് ഞങ്ങൾ ഓടാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് 519 കിലോമീറ്റർ ഞങ്ങൾ ഓടിക്കഴിഞ്ഞു. ഞങ്ങൾക്ക് 100 കിലോമീറ്ററും കൂടെ ഓടണം. ഞങ്ങൾ മടിവാളയാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾക്ക് അവിടെ ഒരു ദിവസം സ്റ്റേ ഉണ്ട്. ചില കാര്യങ്ങൾ, ഓഫീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ദിവസം സ്റ്റേ ഉണ്ട് അവിടെ. ഇതുവരെയുള്ള യാത്ര വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇവിടെ പെട്രോളിന് 103 രൂപയാണ്. നമ്മളിതിന് മുമ്പ് ആന്ധ്രാപ്രദേശിൽ 109 രൂപയായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കർണാടകയിലേക്ക് കടന്നു. ഞങ്ങൾ 2 സ്ഥലത്ത് പെട്രോൾ പമ്പിൽ വെള്ളമില്ല. നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ട് നിർത്തി, അവിടെയും വെള്ളമില്ല. എങ്ങും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. ടോയ്ലറ്റ് എല്ലാം വളരെ ഡാറ്റി ആയിട്ട് കിടക്കുന്നു. അകത്തും കാണാൻ സാധ്യതയില്ല. ഭയങ്കര ഡേർട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേർട്ടി. ഇവർക്ക് വെള്ളം യൂസ് ചെയ്ത് ശീലമില്ലെന്ന് തോന്നുന്നു. ഞങ്ങൾ ബാംഗ്ലൂരിനോട് അടുക്കും തോറും ഉണ്ടല്ലോ ടൈം കൂടി കാണിക്കുക. കാരണം സിറ്റിക്കകത്ത് മൊത്തം ട്രാഫിക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നിട്ട് പെട്ടുപോയായിരുന്നു സിറ്റിക്കകത്ത്. ഇപ്പോഴും അതുപോലെ തന്നെ. ഇവിടെ ഞങ്ങൾ ഒത്തിരി സ്ഥലത്ത് എന്താ പറയുന്നത്, പൂവിൻ്റെ കൃഷി ഇതെല്ലാം കണ്ടേ. മറ്റേ നിർത്തി വീഡിയോ എടുക്കാനുള്ളൊരു ഇതുണ്ടായില്ലായിരുന്നു. ഇതെല്ലാം മുന്തിരിത്തോട്ടങ്ങളാണ്. മുന്തിരി വിളഞ്ഞു തുടങ്ങി. ഇപ്പോൾ സമയം 63 കിലോമീറ്റർ ഓടാനായിട്ട് 145 മിനിറ്റാണ് കാണിക്കുന്നത്. 1 hour 45 മിനിറ്റ്. ഇവിടെ എല്ലാം ഭയങ്കര കൃഷികളൊക്കെയാണ്. നല്ല രസമുണ്ട്. പിന്നെ ക്ലൈമറ്റിനും ചെറിയ ചേഞ്ചസ് ഒന്നും കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ചെറിയ തണുപ്പ് ഒക്കെ വന്നു തുടങ്ങി. രസമുള്ള ക്ലൈമറ്റാണ് ബാംഗ്ലൂരിൽ. ഇതുണ്ടോ, ഇത് മൊത്തം മുന്തിരിത്തോട്ടങ്ങളാണ്. നല്ല രസമുണ്ട് മുന്തിരി. ഞങ്ങൾക്ക് അടുത്തൊക്കെ അങ്ങോട്ട് പോകാൻ വഴിയില്ല, അല്ലെങ്കിൽ ഞാൻ പോയി ഷൂട്ട് ചെയ്തിട്ട് വന്നതാണ്. വന്ന വഴിയിലൊക്കെ അടുത്ത് കാണുന്ന അവർ വേലി കെട്ടി വെച്ചേക്കും. അപ്പം അവിടെയെല്ലാം ആണ്, മുന്തിരിപ്പാടാണ്. ഷെയ്ക്ക് ആവുന്നുണ്ട്. ഇത് ഞങ്ങൾ മൊബൈലിൽ ജസ്റ്റ് എടുക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം ഷെയ്ക്ക് ആവുന്നത്. അപ്പോൾ ബാംഗ്ലൂർ സിറ്റിക്കകത്തേക്ക് കയറി ട്രാഫിക്കൊക്കെ ആയി. ഞങ്ങൾ റൂം എടുത്തിരിക്കുന്ന മടിവാള ആണ് റൂം എടുത്തിരിക്കുന്നത്. അപ്പം അവിടെ അടുത്തായിട്ട് ഒരു ഓഫീസിലെ 1-2 പണികളൊക്കെ ഉണ്ട്.
പിന്നെ സിറ്റിക്കകത്തൊക്കെ ഒന്നുകൊണ്ട് കറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ് മടിവാളയ്ക്ക് അടുത്തിരിക്കുന്നത്. ഇനി അവിടെ വരെ എത്തുമ്പോഴത്തേക്ക് എന്ത് സമയമാണെന്ന് അറിയത്തില്ല, നല്ല ട്രാഫിക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നമുക്കിനി ബാക്കിയുള്ള കാഴ്ചകൾ നാളത്തെ ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ കേരളത്തിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.